Morning, all. Good morning. നമ്മളെ ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറച്ച് ഭാഗങ്ങള് കഴിഞ്ഞിരുന്നു അല്ലെ? ലാസ്റ്റ് ഭാഗത്തേക്ക് അറിയി നമ്മള് എടുത്ത് നിർത്തിയത് ട്രെയിനിങ് അല്ലെ? അത് ഇന്റർവ്യൂ വരെയല്ലേ? അതിന്റെ സെപ്പറേഷൻ കഴിഞ്ഞു, ട്രെയിനിങ് വരെ അല്ലെ? അല്ലേ നടത്തിയത്? എംപ്ലോയീസ് ട്രെയിനിങ് തുടങ്ങിയില്ലല്ലോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുത്താ എല്ലാവരും? അപ്പോ നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് എംപ്ലോയീസ് ട്രെയിനിങ് തുടങ്ങിയാണ്. അതുവരേക്കും വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറയാം. എംപ്ലോയി ട്രെയിനിങ് തൊട്ട് എടുക്കണം. സെപ്പറേഷൻ കഴിഞ്ഞു. നമുക്ക് എംപ്ലോയീസ് ട്രെയിനിങ് തുടങ്ങിയാണ് എടുക്കാനുള്ളത്. അതുവരേക്കും നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം അല്ലെ? ചെയ്യാം. അപ്പൊ നമ്മള് കണ്ടായിരുന്നു അല്ലെ, വ്യക്തികളെ ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ് അതിനെ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതെന്നും അത് അനുസരിച്ചിട്ട് പേഴ്സൺസിനെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളും അവർക്ക് കൊടുക്കുന്ന സെലക്ഷനും കാര്യങ്ങളും അതെല്ലാം നമ്മൾ കണ്ടു. ഇനി എന്താണ് ട്രെയിനിങ് അല്ലെ? ഇവർക്ക് നമ്മള് കുറച്ച് ഇങ്ങനെ സെപ്പറേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്താണ് ഡിമോഷൻ ചെയ്യുമ്പോഴും പ്രൊമോഷൻ ചെയ്യുമ്പോഴും എല്ലാം എന്താണ് അവരവരുടെ ജോലിയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് അവർ മാറുന്നത്. അതേപോലെ തന്നെ പുതിയ അപ്പോയിന്റ്മെന്റ്സുകളാണ് എങ്കിലും അവർക്ക് അതുമായി ബന്ധപ്പെട്ട അല്ലെ ആ ജോലിയുമായിട്ട് ഒന്ന് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പ്രധാനമായിട്ടും അവർക്ക് ആ ഒരു തൊഴിലിനോട് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും. അത് തന്നെയാണ് ഇതിൽ മീൻ ചെയ്യുന്നത് എംപ്ലോയി ട്രെയിനിങ്. Training is a process of learning series of programmed behavior. അതായത് നമുക്കറിയാം ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു തൊഴിലിനോട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ ആ തൊഴിലിനെ കുറിച്ചിട്ട് അറിയണം അല്ലെ? ഏത് നോളജും അല്ലെങ്കിൽ എന്താ പറയുക ക്വാളിഫിക്കേഷന് മാത്രം പോലെ നമുക്കൊരു തൊഴിൽ ചെയ്യണമെങ്കിൽ ആ തൊഴിലിനോട് നമുക്ക് അനുയോജ്യമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സ്കിൽ കപ്പാസിറ്റി വേണമെങ്കിൽ അത് അറിയാൻ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു നോളജും കൂടി നമ്മൾ സമ്പാദിക്കേണ്ടത്. അപ്പൊ അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ ബിഹേവിയർ ആണ്, പെരുമാറ്റ രീതിയാണ്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. അതായത് ഇതിൽ നമ്മൾ അല്ലെ അറിവ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മാനേജ് ദെയർ ബിഹേവിയർ. ഇതിലെന്താണ് പ്രധാനമായിട്ടും അതിന്റെ നിയമ നടപടികൾ അതെല്ലാം എന്താണ് അവര് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യണേ എന്നുള്ളതിനാണ് പ്രധാനമായിട്ടും ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then വീണ്ടും പറയുന്നു it tries to refine their performance on the current job or make them ready for an intended job. നമ്മളിപ്പോ പുതിയതായിട്ട് അല്ലെ നിലവിലെ ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്തവരായിരിക്കാം. അവര് പ്രൊമോഷൻ വരുമ്പോഴേക്കും എന്താകും അവർക്ക് ഇച്ചിരി കൂടി ഡ്യൂട്ടി അല്ലെ വേറെ വ്യത്യസ്ത ഡ്യൂട്ടികളായിരിക്കും. ആ ഫീൽഡൊക്കെ സെയിം ആയിരിക്കും. അപ്പൊ അവരത് അതിനനുസരിച്ച് തന്നെ മെച്ചപ്പെടേണ്ടതുണ്ട് അല്ലെ, ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കറന്റ് ജോബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ ജോലിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നത്. ഇന്ത്യയിൽ പുതിയ അപ്പോയിന്റ്മെന്റ്സ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ഉണ്ടാവും. അപ്പോ നിലവിലുള്ളതാണ് എങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതുമായി മെച്ചപ്പെട്ടു പോകാനായിട്ട് അതുമായി ബന്ധപ്പെട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിനിങ്ങിന് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. The primary purpose of training are to increase the productivity, to upgrade quality, to help an organization fulfill its future personal needs, to improve organization climate, to improve health and safety, obsolescence prevention and for personal growth.
അപ്പോ ഇതിലെ പ്രധാനമായിട്ടും നമുക്ക് പറയുന്നതാണ് ഇൻക്രീസ്. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ അല്ലെ, നമ്മള് എന്തെങ്കിലും മാനുഫാക്ചറിംഗ് ഫേമുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഉത്പാദിപ്പിക്കുകയായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് പ്രധാനമായിട്ടും എന്താണ് പ്രൊഡക്ടിവിറ്റി, ആ ഉത്പാദനം കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് സർവീസ് ആണ് അല്ലെ. അപ്പൊ കൂടുതൽ നല്ല സർവീസ് പ്രദാനം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ആ സർവീസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ട്രെയിനിങ് കൊടുക്കുക. അപ്പൊ തന്നെ ടു അപ്ഗ്രേഡ് ക്വാളിറ്റി അല്ലെ, നമ്മളിപ്പോ നിലവിലുള്ള ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അത് ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റി ആവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. Then to help an organization for future personalities. ഒരു സ്ഥാപനമൊക്കെ വികസിപ്പിക്കണമെങ്കിൽ അല്ലെ, അത് ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് വികസിപ്പിച്ചെടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പേഴ്സൺസിനെ എല്ലാം എന്താണ് ട്രെയിനിങ് കൊടുക്കണം. ചിലപ്പോൾ നമ്മളിപ്പോ നിലവില് കുറച്ച് ഉത്പാദിപ്പിക്കുന്നതിലുള്ളൂ എങ്കിൽ അത് ഇച്ചിരി കൂടി കൂടുതൽ ഉത്പാദിപ്പിക്കണമെങ്കിൽ എങ്ങനെ രീതി, എങ്ങനെയാണ് കാര്യക്ഷമമായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിക്കേണ്ടത്, അതല്ലെങ്കിൽ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗപ്രദമാക്കണം എന്നുള്ള രീതിയൊക്കെ ആയിരിക്കും ട്രെയിനിങ്ങിലൂടെ കൊടുക്കുന്നത്. Then to upgrade quality. നമ്മൾ നേരത്തെ പറഞ്ഞു ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു. ഫ്യൂച്ചർ പേഴ്സണേഴ്സ് ടു ഇംപ്രൂവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്. നമ്മൾ അറിയാം ഒരു ഓർഗനൈസേഷൻ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നല്ല എല്ലാവരോടും നല്ല പ്രശ്നമൊന്നും ഇല്ലാതെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം. അപ്പൊ ട്രെയിനിങ് ഒക്കെ കിട്ടുമ്പോഴത്തെ പ്രത്യേകത ഒരു അല്ലെ, ആർക്കും സ്ട്രെസ് ഇല്ലാതെ, ആർക്കും ഒരു ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കും. കാരണം ആ ഡ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, അതിനെ കുറിച്ചുള്ള ഒരു അറിവ് ആർക്കുണ്ടാവും, ഈ എല്ലാ ജോലിക്ക് വരുന്ന എല്ലാ പേഴ്സൺസിനും ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് പേടിയില്ലാതെ അല്ലെ, ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ മറ്റുള്ളവരോട് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ എങ്കിലും ജോലിക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിഞ്ഞ് ട്രെയിനിങ് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ നല്ല ക്ലൈമറ്റോട് കൂടിയിട്ട് നല്ലൊരു അന്തരീക്ഷത്തോട് കൂടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. അപ്പൊ നമുക്കറിയാം നല്ല സ്ട്രെസ് ഒന്നും ഇല്ലാതെ എന്താണ് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, അവരുടെ ജോലിയോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യവും കാത്തു സൂക്ഷിക്കാനൊക്കെ സാധിക്കുന്നതാണ്. തന്നെ ഈ ട്രെയിനിങ് കിട്ടുമ്പോൾ വേറൊരു സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വേറൊരു പ്രത്യേകത, നമുക്ക് സുരക്ഷിതമായിട്ട് അല്ലെ ചില ട്രെയിനിങ് എങ്ങനെയാണ് ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ജോലി മാത്രമല്ല, ചില എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴും അതിന് സേഫ്റ്റി കിട്ടണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കണം അല്ലെ. അപ്പൊ അവർക്ക് പേടി കൂടാതെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്ന രീതിയിൽ ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് മതിയായ അറിവ് കിട്ടിയിരിക്കും. അപ്പൊ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Then excellence prevention and personal growth. അപ്പോ പ്രിവെൻഷൻ നമ്മളെ മുൻകരുതലുകൾ എടുക്കാനായിട്ട്, അതായത് നമ്മളിപ്പോ കാലഹരണപ്പെട്ട സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പുതിയ നോളജ് അനുസരിച്ചിട്ട് അല്ലെ, പുതിയ ഇന്നോവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ട് തന്നെ ട്രെയിനിങ് കിട്ടുമ്പോൾ എന്താണ് പഴയതിനെ നമ്മൾ ഒഴിവാക്കി. ഇപ്പൊ നമുക്കറിയാം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ, വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ കമ്പ്യൂട്ടറൈസിന്റെ നോളജ് ട്രെയിനിങ് വഴി കിട്ടുമ്പോഴെന്താ സംഭവം, പഴയതിനെ എല്ലാം നമ്മൾ നോക്കി അത് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരില്ല. പേഴ്സണൽ ആയിട്ട് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്കും അത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രെയിനിങ് എന്നുള്ളത്. പഴയതിലേക്ക് തള്ളിക്കളയാനും പുതിയതിനെ സ്വീകരിക്കാനും അങ്ങനെ വ്യക്തിപരമായിട്ട് വളർച്ച, അവരുടെ കഴിവുകളെ സ്വന്തം വികസിപ്പിച്ചെടുക്കാനും ട്രെയിനിങ് വഴി സാധിക്കും. ജസ്റ്റ് വായിച്ചു നോക്കാം പാരഗ്രാഫ്. അപ്പൊ എന്താണ് ട്രെയിനിങ് അല്ലെ, എന്തുകൊണ്ടാണ് ട്രെയിനിങ് വെക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇത് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ, അത് സ്ഥാപനത്തിലാണെങ്കിലും പ്രൊഡക്ഷനാണെങ്കിലും അതോടൊപ്പം തന്നെ അവിടുത്തെ അന്തരീക്ഷത്തിലാണെങ്കിലും എല്ലാത്തിനും എന്താണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ എംപ്ലോയീസ് ട്രെയിനിങ് എന്നതിന്റെ പാരഗ്രാഫിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്സ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻ എ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പൊ ഈ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലതിൽ നമുക്കറിയാം ഒരു ട്രെയിനിങ് കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ പേഴ്സൺസിനായിരിക്കും, അതല്ലെങ്കിൽ അവിടെ നിലവിലുള്ള പേഴ്സൺസിന് പുതിയൊരു പ്രൊമോഷൻ കാര്യങ്ങളോ ട്രാൻസ്ഫർ ഒക്കെ വരുമ്പോൾ
അവിടെ ആ ഒരു ടൈമിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കാം. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾക്കും ഡാറ്റകൾ ഉണ്ടാവും. എന്തൊക്കെ സ്റ്റെപ്പുകളാന്ന് നോക്കാം. എന്നാലും ഫസ്റ്റ് വൺ പറയുന്നത് ടു ഡിസ്കവർ ഓർ ഐഡന്റിഫൈ ദ ട്രെയിനിങ് റിക്വയർമെന്റ്സ്. അതായത് ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ആർക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്? ഇപ്പൊ പ്രൊമോഷൻ ഉള്ളവർക്കാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന പേഴ്സൺസിനാണോ? അതിന്റെ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്താണ്? ഒരുപക്ഷെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ പഴയ അതിനെ മാറ്റി പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്താണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്നുള്ളത് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. നെക്സ്റ്റ്, ടു ഗെറ്റ് റെഡി ഫോർ ദ ജോബ്. അതായത് നമുക്കറിയാം ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളത്. അത് ഫസ്റ്റ് ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാമില് അത് ഫസ്റ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കണം. ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? ഒരു ജോലിക്ക് വേണ്ടി, അല്ലെ? ഏത് ജോലിയാണോ ആ ജോലി നല്ല എളുപ്പത്തില് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കേണ്ടതുണ്ട്. തന്നെ അതായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്താണ് വേണ്ട? പ്രിപ്പറേഷൻ ഓഫ് ദ ലേണർ. അതായത് നമ്മള് പഠിതാവ് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ. ഇപ്പൊ നമുക്കറിയാം ഫ്രഷേഴ്സ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചിലപ്പോൾ കൊള്ളിക്കേണ്ടതായിട്ട്. അതേസമയം നമുക്കറിയാം അവിടെ നിലവിലുള്ള ജോലി സാധ്യതയുള്ള പേഴ്സൺസ് ആണെങ്കിൽ അവരുടെ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കഴിവ് വികസിപ്പിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ പ്രൊമോഷൻ ഒക്കെ വേണ്ടിക്കൂടെ അവർക്ക് ഇച്ചിരി കൂടി ഉത്തരവാദിത്തങ്ങളായിരിക്കും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും. അപ്പൊ എന്താണോ അവർക്ക് ആവശ്യം എന്നുള്ളതനുസരിച്ചിട്ട് തന്നെ ട്രെയിനിങ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് നോളജ്. അതായത് ഇതിലെ പ്രധാനമായിട്ടും അറിവാണ് നമ്മൾ മറ്റുള്ളവർക്ക് ട്രെയിനിങ് വഴി എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്താന്ന് നോക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ആണ് ട്രെയിനിങ് പ്രോഗ്രാം ഈസ് എ പ്രസന്റേഷൻ ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് നോളജ്. അതായത് നോളജ്, അത് അറിവ്, അത് എത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. നമ്മള് എല്ലാ വ്യക്തികൾക്കും അക്കാദമിക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടായിരിക്കും ജോലിക്ക് വരിക. അപ്പൊ ആ അറിവ് എത്രത്തോളം നന്നായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുമോ അതാണ് നമുക്കിപ്പോ സർവീസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷനിലാണെങ്കിലും കാണിച്ചു തരുന്നത്. അപ്പൊ നല്ലൊരു സേവനം കാഴ്ചവെക്കും. കുറച്ച് പറയാം. അപ്പൊ ഓക്കെ, നമ്മള് എന്താ പറയാന്, ഇപ്പൊ പ്രസന്റേഷൻ നോളജ്, നമ്മുടെ അറിവ്. ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന വ്യക്തിയാണ്. അപ്പൊ അവരുടെ അറിവ്, നോളജ് എന്ന് പറയുന്നത് അത് പ്രസന്റ് ചെയ്തു, അല്ലെ? സർവീസ് ഒക്കെ വരുമ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നഴ്സുമാരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഓഫീസിലെ ഡ്യൂട്ടി ഒക്കെ വരുമ്പോൾ അവർക്കത് കൃത്യമായിട്ട് തന്നെ ആ അറിവ് നിർവഹിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്താണ്, അതിനനുസരിച്ച് ഏത് രീതിയിലാണ് ഈ അറിവ് വിനിയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. അതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ എ ട്രെയിനിങ് പ്രോഗ്രാം ഇസ് പ്രസന്റേഷൻ ഓഫ് പ്രിപ്പറേഷൻ ആൻഡ് നോളജ്. അതിന് പ്രധാനമായിട്ടും പറയുന്നത് അറിവ് അത് എങ്ങനെയാണ് നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ് വഴി ഇവർക്ക് പകർന്നു കൊടുക്കേണ്ടത്. The trainer should clearly tell, show, illustrate and question in order to put over the new knowledge and operations. അതായത് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ട്രെയിനർ, അതായത് ട്രെയിനിങ് കൊടുക്കുന്ന വ്യക്തി, അദ്ദേഹം കൃത്യമായിട്ട് തന്നെ എന്താണ് ട്രെയിനിങ് എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അത് പ്രധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ അറിവ് ഇന്ന രീതിയിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം സ്വീകരിക്കും. ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലാണെങ്കിൽ ആ വ്യക്തിയോട് എങ്ങനെയാണ് അത് കാണിച്ചു കൊടുക്കേണ്ടത്, നിങ്ങൾ ആദ്യത്തെ മര്യാദയോടുകൂടി വെൽക്കം ചെയ്യണം. എന്നാൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം. പെട്ടെന്നായി നിലയ്ക്ക് വേറെ എന്തെങ്കിലും കേസുകളുണ്ടെങ്കിൽ ഈ രീതിയിൽ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെ എന്താണ് അത് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ഒരു പേഴ്സൺ നിങ്ങൾ തന്നെ ഒരു ട്രെയിനർ ആകുമ്പോൾ ആ വ്യക്തിയോട് തന്നെ നിങ്ങൾ തന്നെ ചോദിക്കും അത് എന്ത് ചെയ്യണം. അവർ 2-3 പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം. ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇൻ കേസ്
അത് മാത്തമാറ്റിക്കലി എന്തെങ്കിലും എന്താണ് കണക്ക് സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നഴ്സിംഗ് ഫീൽഡിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു പ്രോസസ്സ് അത് കൈകാര്യം ചെയ്യുന്നതിന് ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യം വരുന്നതെങ്കിൽ അത് ഇലിസ്ട്രേറ്റ് ചെയ്ത് അല്ലെ അത് ക്രിയാത്മകമായിട്ട് വരച്ച് മനസ്സിലാക്കി ഇങ്ങനെ രീതിയിലാണ് നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് ട്രെയിനർ ആർക്ക് ഇവർക്ക് വരുന്ന കാൻഡിഡേറ്റ്സിന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ട്രെയിനർ ഷുഡ് ക്ലിയർലി ടെൽ, ഷോ, ഇലിസ്ട്രേറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ ഇൻ ഓർഡർ ടു പുട്ട് ഓവർ ദ ന്യൂ നോളജ് ആൻഡ് ഓപ്പറേഷൻസ്. പുതിയതായിട്ടുള്ള ഈ അറിവുകൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക, അതേപോലെ തന്നെ കാണിച്ചു കൊടുക്കുക, തന്നെ വരച്ച് അല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അല്ലെ എല്ലാവർക്കും അത് വ്യക്തമാക്കി കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ ചിലരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. ആ ക്ലിയർ ചെയ്ത് ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് അവർക്ക് വ്യക്തമാക്കി കൊടുക്കും. The learner should be told of the series of earlier job and why each step in its performance is necessary. അതായത് നമ്മളുടെ അല്ലെ പ്രകടനം എത്രത്തോളം ആവശ്യമാണ് ഈ ജോലിക്ക്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രൊഡക്ഷൻ കൂട്ടാനാണോ അതല്ലെങ്കിൽ സർവീസ് രീതിയിൽ കാഴ്ചവെക്കാനാണോ, ആ ഒരു രീതി അത് എത്രത്തോളം സീരിയസ് ആയിട്ട് ഇവർക്ക് ആ ജോലിയെ കുറിച്ചിട്ട് എല്ലാ തരത്തിലുള്ള അറിവ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണ്, ഈ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ ഇതിന്റെ റിസൾട്ട് എത്തിക്കാൻ സാധിക്കുള്ളൂ. അല്ലെ ഇപ്പൊ പ്രൊഡക്ഷനെ സംബന്ധിച്ച് ഒരു ഉത്പാദനത്തിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഡ്യൂട്ടി അവരെ ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് ആദ്യത്തെ ഒരു ഫിനിഷിൽ അല്ലെ നമ്മൾ എന്താ പറയുന്നത് ഒരു ഗുഡ്സിൽ ഒരു വസ്തുവിന്റെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രൈമറി സെക്കൻഡറി എന്നുള്ള രീതിയിലേക്ക് ഉണ്ടാവും. അപ്പൊ ആ പ്രൈമറി തലത്തിലുള്ള ഒരു ഡ്യൂട്ടിയിലെ ട്രെയിനിങ് ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ നെക്സ്റ്റ് പേഴ്സൺസിന് ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ഇത്രത്തോളം സമയത്തിനുള്ള നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അത് ഇന്ന രീതിയിൽ തന്നെ ഇൻ കേസ് സർവീസിന്റെ കാര്യമാണെങ്കിലും അതെ അല്ലെ. ഇപ്പൊ ഡോക്ടേഴ്സ് വരേക്ക് മുമ്പ് ചിലപ്പോൾ പക്ഷേ ആ പേഷ്യൻസിന് എന്താണ് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി പ്രഷറും ഷുഗറും ഒക്കെ ചിലപ്പോൾ മനസ്സിലാക്കി ഇരിക്കേണ്ടതുണ്ടെങ്കിൽ ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറിനെ ചിലപ്പോൾ കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടികളാണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ആ ജോലിയെ സംബന്ധിച്ച് മുഴുവനായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ട്രെയിനർ ഇവർക്ക് വിവരിച്ചു കൊടുക്കേണ്ടത്. അതാണ് പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജിൽ പറയുന്നത്. അറിവ് അത് കൃത്യമായിട്ട് എങ്ങനെ നിർവഹിക്കണം, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നെക്സ്റ്റ് സ്പീഡ് കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചോളൂ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പെർഫോമൻസ് ട്രൈ ഔട്ട് അണ്ടർ ദിസ്. അതായത് പെർഫോമൻസ് നമ്മളുടെ ആ ഒരു പ്രകടനം എങ്ങനെ എത്രത്തോളമാണ് എന്ന് കാഴ്ചവെക്കേണ്ടത്. Under this, the trainee is asked to look through the job several times slowly and explain to him each step. അതായത് നമ്മള് ട്രെയിനർ ആദ്യം തന്നെ അത് ഓരോ സ്റ്റെപ്പും അല്ലെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ആയിട്ട് പതിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് സ്റ്റെപ്പ്, ഓരോ സ്റ്റെപ്പുകളും എങ്ങനെ ചെയ്യേണ്ടതെന്ന് വിവരിച്ചു കൊടുക്കണം. The mistakes should be corrected. Then the trainee is advised to do the job step by step, building up a skill and speed. അപ്പൊ ഇവരെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടായാൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവരെ ഉപദേശിക്കുകയും ചെയ്യണം. എന്താണ് ഈ ജോബ് ഇന്നിങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതായിരിക്കണം, നിങ്ങൾ ഒരു പക്ഷേ ചെയ്തത് നെക്സ്റ്റ് അല്ലെ സെക്കൻഡ് സ്റ്റെപ്പോ തേർഡ് സ്റ്റെപ്പോ ആദ്യം കയറി ചെയ്തത് കൊണ്ടാണ് നിങ്ങളുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആവാതിരുന്നത്, അതല്ലെങ്കിൽ സമയത്തിന് എത്താൻ പറ്റാതിരുന്നത്. ഈ ഡ്യൂട്ടി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. ആദ്യം തന്നെ ഏത് ഡ്യൂട്ടിക്കും അതിൻ്റെതായ ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവും. അത് ഓടി വെച്ച് അല്ലെ ചിലപ്പോൾ ഒത്തിരി സ്പീഡ്. ഇപ്പൊ ഞാൻ തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ഓക്കെ അല്ലെ എന്റെ കൂടെ തന്നെ പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ചിലപ്പോൾ ഞാൻ സ്പീഡ് കൂടുതലുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ എന്തായാലും സ്റ്റെപ്പിലേക്ക് കിടക്കുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ കൃത്യമായി തന്നെ അത് ഇതായിട്ട് പോകുമ്പോൾ അതിലേക്ക് നിങ്ങൾ സ്പീഡ് കൂടുന്നതിന്റെ ആ ഒരു ഇതിനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഇവർക്ക് ട്രെയിനി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് തന്നെ അവരുടെ കഴിവുകൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം
വിചാരിച്ച സമയത്തിനുള്ളിൽ തീരുകയുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഞാൻ ഫോളോ ചെയ്യണം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഈ ഒരു സ്റ്റെപ്പുകളുടെ പ്രത്യേകത ഓരോ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ജോലി വ്യത്യസ്തമാണ്. അത് ചിലർക്ക് ഉള്ള ജോലിയിൽ നിന്നുള്ള പ്രൊമോഷൻ ആയിരിക്കും, ചിലർക്ക് പുതിയതായിട്ടുള്ള ബിസിനസ് ആയിരിക്കും. അപ്പൊ ആ ജോലിയുടെ വ്യത്യസ്തത അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ട്രെയിനിങ് ചിലർക്ക് ഒരുപക്ഷെ എല്ലാം തന്നെ ജസ്റ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടാവും. ചിലർക്ക് ചില സ്റ്റെപ്പുകൾ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെ? ചില കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെതായ ഇതുകൾ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ 2-3 ദിവസത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേസമയം എന്താണ് ഫ്രഷേഴ്സ് ആണ് വരുന്നതെങ്കിൽ എന്താണ് അവർ ചിലപ്പോൾ 3 months അവരുടെയൊക്കെ ട്രെയിനിങ് പീരീഡുകൾ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും അവർക്ക് പെർമനന്റ് ജോബും വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം അവർക്ക് ഇച്ചിരി കൂടി അഡ്ജസ്റ്റ്മെന്റ് ആവശ്യവുമുണ്ട്. അതേസമയം മറ്റുള്ളവർക്ക് എന്താണ് അത്രയും ട്രെയിനിങ്ങിന്റെ ആവശ്യകതയില്ല. അതുകൊണ്ട് ട്രെയിനർ ഓരോ ജോലിയുടെയും രീതി അനുസരിച്ചിട്ടായിരിക്കണം ഈ സ്റ്റെപ്പുകൾ നിർവഹിക്കേണ്ടത്. അപ്പൊ ലാസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. എന്താണ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിലയിരുത്തണം, അല്ലെ? നമ്മുടെ ഫോളോ അപ്പ്, നമ്മുടെ ഓരോ ഡ്യൂട്ടിയിലെയും ആ ഫോളോ അപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ വിലയിരുത്തേണ്ടതുണ്ട്. It is with a view to testing the effectiveness of training efforts that this step is undertaken. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ, അല്ലെ, ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കുമ്പോൾ അത് എത്രത്തോളം നന്നായിട്ട് കാര്യക്ഷമമായിട്ട് ആ ട്രെയിനിങ് എഫേർട്ടുകൾക്ക് വിലയിരുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതനുസരിച്ചിട്ട് മാത്രമേ അവർക്ക് അതിന്റെ നടപടികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് വിത്ത് എ വ്യൂ ടു ടെസ്റ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് എഫേർട്സ് ദാറ്റ് ദിസ് സ്റ്റെപ്പ് ഈസ് അണ്ടർടേക്കൻ. ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ട്രെയിനിങ്ങുകൾ അത് എത്രത്തോളം അവർ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് അയക്കാം. റിപ്പീറ്റ് ചെയ്ത് പറയണോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണോ? ഇത് ഓക്കെയാണോ? ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കോ, ഒന്നില്ലെങ്കിൽ മനസ്സിലായിരുന്നോ അല്ലെങ്കിൽ ഇല്ല ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം. നമുക്ക് കുറച്ച് നാളായി ഈ പോർഷൻ എടുത്ത് വെച്ചിട്ട് തീർന്നിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോകേണ്ടത്. അപ്പൊ ഞാൻ ഇത് നോക്കിയതാണ്, പക്ഷേ ക്ലാസ് വേണ്ടി ഒന്നാമത് 3 months കുറച്ച് പോർഷൻസ് കവർ ചെയ്യേണ്ടത്. അതല്ല, എന്തായാലും അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ടോപ്പിക് അവസാനിപ്പിക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. എന്തായാലും പതിയെ പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ അതിന്റെ നമ്മളിപ്പോ ട്രെയിനിങ്ങും അതിന്റെ സ്റ്റെപ്സും ആണ് കഴിഞ്ഞത്. ഇനി നമുക്കുള്ളത് ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ കണ്ടായിരുന്നു, അല്ലെ? അതിന്റെ വർഷമായിട്ടുള്ളവരും ഉണ്ട്, അല്ലാതെ ഉള്ള ജോലിക്കാർക്ക് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന കുറച്ച് മാറ്റേഴ്സും അതിന്റെ സ്റ്റെപ്പുകളൊക്കെ നമുക്കുണ്ടായിരുന്നു.
അതിന്റെ മെത്തേഡ്സ്, ട്രെയിനിങ്ങിന്റെ ഇത്തരത്തിലുള്ള മെത്തേഡ്സുകൾ, വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഇവിടെ വീണ്ടും ബി ഓഫ് ദ ജോബ് ട്രെയിനിങ് പറയുന്നത്. അങ്ങനെ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ എന്താ പറയുന്നത്? ജോലിയോടൊപ്പം തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതിലെന്താണ് പറയുന്നത്? ഇൻ ദ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the employees are trained on the job at their places of work using actual tools, equipment, documents used by employees when they are fully trained. അതായത് അവിടെ അവര് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അവരുടെ സാധാരണ ഏത് ജോലിയാണോ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും, എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആണല്ലോ, എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൂൾസുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യേണ്ടത് എങ്കിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ നഴ്സുമാർക്ക് അവരുടേതായിട്ടുള്ള സംഭവങ്ങളുണ്ട്, ചില ചില എക്യുപ്മെന്റ്സുകൾ വെച്ചുകൊണ്ടായിരിക്കും അവർക്ക് അവരുടെ ഡ്യൂട്ടീസ് നിർവഹിക്കാനായിട്ട് സാധിക്കാം. മറ്റേത് വ്യക്തികളും നമുക്ക് ഓഫീസിലാണെങ്കിലും പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴും അവർക്കും അവരുടേതായ പ്രൊഡക്ഷൻ നിർവഹിക്കണമെങ്കിൽ ചില മെഷീൻസും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ടൂൾസുകളും അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ്സ് ഓരോന്നൊക്കെ നമുക്ക് വിവരിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത് കൃത്യമായിട്ട് ഇന്ന പേപ്പേഴ്സ് കേസ് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ഇങ്ങനെ രീതിയിലുള്ള ഫോർമാറ്റുകൾ തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം എന്താണ് ട്രെയിനിങ് പീരീഡില് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് ഈ വ്യക്തികൾക്ക് കാൻഡിഡേറ്റ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ്, ഒരു ട്രെയിനിങ് കപ്പാസിറ്റി അവർക്ക് നേടി കൊടുക്കുന്ന ഒരു രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. നോക്കാം. ഇൻ ദ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the employees are trained on the job at their places of working using actual tool, equipment, documents used by employees when they are fully trained. അവരുടെ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ തന്നെ ഇന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഓരോരോ ഡ്യൂട്ടി എങ്ങനെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. ഞാൻ അതിൽ തന്നെ ഒന്നും രണ്ടും പറയുന്നുണ്ട്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്താ പറയുന്നത്? ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് ട്രെയിനിങ് ത്രൂ ഗ്രാജുവൽ ലേണിംഗ്. അതായത് ഗ്രാജുവൽ ആയിട്ട് ക്രമേണ അവരെ പഠിച്ചെടുക്കുന്ന രീതിയാണ്. ജോബിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ആ ട്രെയിനർ നിർദ്ദേശിച്ചു പോകും, ഇന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കും. ഈ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ടൂളാണ് ഇന്ന സമയത്ത് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്തിട്ട് അവരെന്താണ് അത് ട്രെയിനിങ് ചെയ്ത് അവർ ഗ്രാജുവലി ക്രമേണ അവരവരുടെ ആ നോളജ് നേടിയെടുക്കുന്നതാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്രന്റീസ്ഷിപ്പ്. അപ്പോ നമ്മൾ മനസ്സിലാക്കി ഓൺ ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബ് ട്രെയിനിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്നും അവർ അപ്ഡേറ്റ് ആയിട്ട് ക്രമേണ ഗ്രാജുവൽ ആയിട്ട് പഠിച്ചെടുക്കുന്നതാണ്. അപ്രന്റീസ്ഷിപ്പിന്റെ പ്രത്യേകത എന്താണ്? ഇൻ ദിസ് a person is learning a trade from a skilled employer having agreed to work for a fixed period at low wages. അപ്രന്റീസ്ഷിപ്പ് ആകുമ്പോൾ നമുക്കറിയാം എന്താണ് അവര് ഒരു നല്ല കറക്റ്റ് ആയിട്ടുള്ള സ്കിൽഡ് എംപ്ലോയറുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഈ പീരീഡിന്റെ ടൈമിൽ എന്താണ് അവർക്ക് അധികം സാലറി ഒന്നും കിട്ടില്ല അല്ലെ. അവര് നോളജ് സമ്പാദിക്കുന്നത് ഈ ട്രെയിനിങ് പീരീഡിൽ നിന്ന് ചെയ്യേണ്ട ഡ്യൂട്ടിയെ സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള എക്സ്പീരിയൻസ് നേടിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അധികം സാലറി ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് എന്നുള്ള രീതിയിലുമാക്കാം, അതല്ലെങ്കിൽ ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്ന രീതിയിലും ഓൺ ദ ജോബ് ട്രെയിനിങ് നടത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇതിപ്പോ നമുക്കറിയാം ഇതൊക്കെ സ്പെഷ്യസ് ആയിട്ടുള്ള അല്ലെ വ്യക്തികളൊക്കെ ആവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഓഫ് ദ ജോബ് മെത്തേഡ്. നോക്കാം. ഇൻ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് the workers or employees learn their job roles away from the actual work floor. അതായത് കറക്റ്റ് ആയിട്ട് അല്ലെ അവര് വർക്ക് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആ എംപ്ലോയീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ലേൺ ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുകയാണ്. എംപ്ലോയീസ് ലേൺ their job role away from the actual work floor. ആക്ച്വൽ വർക്ക് ഫ്ലോറിൽ കയറിയിട്ട് അവർ ഓട്ടോമാറ്റിക്കലി അത്
പഠിച്ചിരിക്കുകയാണ്. ഇൻ ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ദ വർക്കേഴ്സ് ഓർ എംപ്ലോയി ലേൺ ദയർ ജോബ് റോൾ എവേ ഫ്രം ദ ആക്ച്വൽ വർക്ക് ഫ്ലോർ. അവര് ആക്ച്വലായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രെയിനിങ് പീരീഡും കാര്യങ്ങളും ഒന്നല്ല, അവർ ആക്ച്വലായിട്ട് വർക്ക് ഫ്ലോറിൽ തന്നെ കയറിയിട്ട് അവരുടെ ട്രെയിനിങ് അത് സമ്പാദിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഓഫ് ദ ജോബ് മെത്തേഡ്. ലെക്ചേഴ്സ്, അതായത് നമുക്കറിയാലേ അവര് ലെക്ചേഴ്സ് എന്താണ് ക്ലാസ് എടുത്ത് കൊടുക്കും, ഇങ്ങനെ രീതിയിലാണ് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാത്തത് എന്നെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് വെജിറ്റബിൾ ട്രെയിനിങ്, അതായത് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ് വിച്ച് ഈസ് ഓഫൺ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്യുപ്മെന്റ് and machines which are intended with those in use in the place of work. അതായത് നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ തന്ന പരിചയപ്പെടുത്തി മനസ്സിലാക്കി കൊടുത്തിട്ട് ഇന്ന രീതിയിലാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ ഇന്ന രീതിയിലാണ് യൂസ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള മെഷീൻസിന്റെ പേര്, എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള നോളജ് എല്ലാം ഇവർക്ക് ആ പ്ലേസിൽ, അല്ലെ ആ ഒരു പ്രത്യേക പ്ലേസിൽ നമ്മൾ ഒന്നിച്ച് നമ്മളൊക്കെ നേരത്തെ അടുത്ത് പറഞ്ഞ മാതിരി എന്താണ് ഒരു പക്ഷേ നമുക്ക് പ്രൊമോഷനും ക്ലാസ്സിലൊക്കെ വരുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്. അവർക്ക് ലെക്ചർ ക്ലാസ് വന്ന് ലെക്ചർ ക്ലാസ് എടുത്ത് കൊടുക്കും, ഇന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ. അതല്ലെങ്കിൽ എന്താണ് വെജിറ്റബിൾ ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യും. അതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ്. ഒരു ക്ലാസ് റൂം വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. അവിടെ എന്താണ് ആ ക്ലാസ് റൂമിൽ എന്തൊക്കെ ഉപയോഗിക്കും, അവരുടെ എക്യുപ്മെന്റ്സും മെഷീൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് അതെന്തൊക്കെയാണ് എന്നുള്ള പേരൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അതിന്റെ ഉപയോഗക്രമം എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ്. തന്നെ കോൺഫറൻസ്, ഇതേമാതിരി തന്നെ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അല്ലെ അതിനൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഓൾറെഡി അവര് ജോലിക്കാരായിരുന്നിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കുറച്ചും കൂടി ചില ചുമതലകൾ നിർവഹിക്കാനൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു രീതിയാണ് ഈ ട്രെയിനിങ് കൂടെ കൊടുക്കുന്നത്. അപ്പൊ കോൺഫറൻസ് കൂടിയിട്ട് കൊടുക്കും. ഗ്രൂപ്പ് ഡിസ്കഷൻ, അപ്പൊ പ്രൊമോഷൻ സാധ്യതയുള്ള വ്യക്തികളെല്ലാം ഒന്നിച്ചു കൂട്ടിയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്തി അവരുടെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതി. കേസ് സ്റ്റഡീസ്, അതായത് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന കേസുകൾ ഇന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു രീതിയൊക്കെ എന്താണ് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡീസ്. റോൾ പ്ലേയിങ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അല്ലെ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുക, അല്ലെ. റോൾ പ്ലേയിങ് ക്യാൻ ബി ഡിഫൈൻഡ് as a pretending to be someone else or pretending to be in a particular situation that you are not really at the time. അതായത് യഥാർത്ഥത്തിലല്ല നമ്മൾ അഭിനയിച്ച് കാണിക്കുകയാണ് ഇന്നിന്റെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ നമുക്കറിയാം, ഒരു പേഷ്യന്റ് അത് എമർജൻസി കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ റോളായിട്ട്, അല്ലെ അത് ആക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു രീതിയാണ് റോൾ പ്ലേയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വ്യക്തമാക്കി കൊടുക്കുന്ന ഓരോ നാടക രൂപേണ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് റോൾ പ്ലേ. നെക്സ്റ്റ് എന്താണ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ. അത് എന്താ പറയുന്നത്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഓഫൺ സ്റ്റെപ്പ് അപ്പ് ത്രൂ ദ സെൻട്രൽ പാനൽ ഓഫ് an electronic computer as guides in the performance of a desired operation or a series of operations. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് കാണിക്കുകയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇത് സീരിയസ് ആയിട്ട് എടുത്ത് ചെയ്യേണ്ട മാറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഇത് സീരീസ് ഓഫ് സ്റ്റെപ്സ് which are often set up to join the central panel of an electronic computer as guide in the performance of a desired operation or a series of operations. അതായത് നമ്മളിപ്പോ അല്ലെ പ്രൊജക്ട് ഒക്കെ വഴി കാണിച്ചു തരുമ്പോഴെന്താണത് ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇലക്ട്രോണിക്കിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് സീരിയസ് ആയിട്ട് നമ്മളിപ്പോ അതിലേക്ക് എന്താണ് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഓരോ പ്രവർത്തനം എങ്ങനെയാണെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലൂടെയുള്ള കാര്യമാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക്കിന്റെ സഹായത്തോടുകൂടി സെറ്റ് ചെയ്തിട്ട് എന്താണ് വ്യക്തികൾക്ക് മാൻഡേറ്റ്സിനൊക്കെ മനസ്സിലാക്കി വിവരിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അത് സ്റ്റെപ്പ് മനസ്സിൽ കിടക്കും, അല്ലെ അതെങ്ങനെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് എന്ന് മനസ്സിലുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്യേണ്ട ജോലികൾ വരുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാനായിട്ട് അവരെ തയ്യാറാക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ. ഈ ഗ്രൂപ്പ് ട്രെയിനിങ് എന്താണ് ഇതിൽ പറയുന്നത്, a training group or a T group is a kind of learning based on experience. അതായത് നമ്മള്
അല്ലെ കുറച്ച് എന്താണ് ഹയർ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവരുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ വലിയ വലിയ അല്ലെ ഓരോ ടോപ്പ് ലെവൽസിലുള്ള വ്യക്തികളൊക്കെ ആവുമ്പോൾ അവർക്ക് ട്രെയിനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയാണ്. Participants work together in a small group, 8-14 people, 8-14 people. Over an extended period of learning comes through analysis of their own experiences, including feelings, reactions, perceptions, and behavior. അപ്പൊ ഇതിലെന്താ പ്രധാനമായിട്ട് നടക്കുന്നത് ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഡിസ്കഷൻ പറഞ്ഞ മാത്രം തന്നെ ഇതിന്റെ പ്രധാനമായിട്ട് എന്താണ് അവരവരുടെ വൃത്തിയുമായി ബന്ധപ്പെട്ട് വന്ന അനുഭവങ്ങൾ അത് എങ്ങനെയൊക്കെയാണ് ഓരോ എക്സ്പീരിയൻസ് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഫീലിങ്സ് കേസ് ഹോസ്പിറ്റൽ ഫീൽഡുകളൊക്കെ ആവുമ്പോൾ ഡോക്ടേഴ്സുകൾ തമ്മിൽ എന്തെങ്കിലും ഇതൊക്കെ വരികയാണെങ്കിൽ എന്താണ് ലാസ്റ്റ് പോയിന്റ് ആണ് ക്ലിയർ ആവാത്തത്. നോക്കാം. ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഗ്രൂപ്പ് ഓരോ ടി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ കുഴപ്പമാണോ നെറ്റിന്റെ ഇഷ്യൂ ആണ് നോക്കാം ശ്രദ്ധിക്കാം. ടി ഗ്രൂപ്പ് ട്രെയിനിങ് ഗ്രൂപ്പ് or ടി ഗ്രൂപ്പ് okay is a kind of learning based on experiences. അതായത് ഒരു തരത്തിലുള്ള അവരുടെ അനുഭവങ്ങളാണ് അവിടെ പങ്കുവെക്കുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ് അവരുടെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് സീനിയേഴ്സ് ഡോക്ടേഴ്സിനൊക്കെ കുറച്ചും കൂടി അല്ലെ ജൂനിയർ ഡോക്ടേഴ്സ് സീനിയേഴ്സ് ഒക്കെ ആവുമ്പോൾ എന്താണ് അവര് ഡോക്ടേഴ്സിന്റെ ഇടയിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ട് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവരിങ്ങനെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തു ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടു പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട വന്നു ഇന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന മെഷീൻസ് ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ അറിയാമല്ലേ കണ്ടോ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡയറക്റ്റ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് അപ്പൊ ഇന്ന മെഷീൻ ഉപയോഗിച്ചു അതല്ലെങ്കിൽ ഇന്ന സ്റ്റെപ്പുകൾ വേണ്ടി വന്നപ്പോൾ ചെയ്യാനായിട്ട് ഇന്ന ഇതുകൾ അല്ലെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയർ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവരുടെ ആ ഒരു റിയാക്ഷൻസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഫീലിങ്സും അതേമാതിരി അതിന് പ്രധാനമായിട്ടും എന്താണ് പേഷ്യന്റ് റിയാക്ട് ചെയ്ത രീതിയും അതിനോട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഫസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് ഇവര് പരസ്പരം ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നും ഇപ്പൊ നമുക്കറിയാം ജൂനിയർ ഡോക്ടേഴ്സ് സീനിയേഴ്സ് ഒക്കെ ആവണമെങ്കിൽ അതിൽ നിന്നും കുറച്ച് അറിവുകൾ അവർ സമ്പാദിച്ചു വെക്കും. ആ അറിവുകൾ കൂടെ ആയിരിക്കും അവര് അനുഭവജ്ഞാനങ്ങൾ പുതിയതായിട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ധാരണകള് അത് എന്തൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഓർത്ത് വെക്കേണ്ടതല്ലോ അല്ലെ. പെർസെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ധാരണകളാണ്, റിയാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ പ്രതികരണങ്ങൾ അല്ലെ. ഫീലിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വികാരങ്ങൾ ഇൻക്ലൂഡിങ് ഫീലിങ്സ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അനുഭവങ്ങൾ. അപ്പൊ അവര് ഡിസ്കഷൻ ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും അല്ലെങ്കിൽ എന്താണ് പ്രതികരണങ്ങളും അതേപോലെ തന്നെ ധാരണകളും അവരുടെ പെരുമാറ്റ രീതികളെല്ലാം പങ്കുവെക്കും. പേഷ്യൻസിന്റെ ആവാം അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അനുഭവങ്ങളായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഈ കാര്യങ്ങൾ പങ്കുവെച്ചിട്ട് അതിൽ നിന്ന് അറിവ് സമ്പാദിക്കുന്ന അതിൽ നിന്ന് ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു രീതിയാണ് ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? വീട്ടിൽ പോവുകയോ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയേണ്ടതുണ്ടോ? ക്ലിയർ ഇല്ല. എവിടെ തുടങ്ങിയാ നിങ്ങൾക്ക് ക്ലിയർ ആവാതിരുന്നേന്നൊന്ന് പറയാമോ? എന്തെങ്കിലും ഇത്തിരി ഗ്യാപ്പിട്ട് നിന്നിട്ടാണോ? നോട്ട് ക്ലിയർ. ഞാൻ ഇവിടെ നെറ്റ് ഇഷ്യൂവിന്റെ ആണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വ്യക്തമാവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പകുതി വിട്ടാണോ കിട്ടുന്നത്? നിങ്ങൾക്ക് എവിടെ തുടങ്ങിയാണോ അങ്ങനെ ക്ലിയർ ആവാതിരുന്നതെന്നൊന്ന് പറയാമോ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ല എന്നാണ് പറയുന്നത്. വോയിസ് ആണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇതിന്റെ മീനിങ്സ് ആണോ?
വോയിസ്. എങ്ങനെ ഇഷ്യൂ ആണോ അറിയില്ല. ശരിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്റെ വോയിസ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതിട്ടാണോ? ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇൻഫോം ചെയ്യട്ടെ. നിങ്ങൾ വിട്ട് കേൾക്കുന്നതാണോ? ഹലോ ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി നേരത്തെ പറയണമായിരുന്നു. സോറി, നമുക്ക് ക്ലാസ് എടുക്കാം. എവിടെ തുടങ്ങിയാണ് നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതെന്ന് പറയാം. ജസ്റ്റ് ഹലോ, ഓ നിങ്ങൾക്ക് എവിടെ തുടങ്ങിയാണ് ക്ലിയർ അല്ലാത്തതെന്നൊന്ന് പറയാമോ? ട്രെയിനിങ് മെത്തേഡ് ആൻഡ് ടെക്നിക്സ് അത് മുതലാണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ എന്റെ വോയിസ് ഓക്കെ ആണോ? എങ്കിൽ ഞാൻ എന്തായാലും വെസ്റ്റിബിൾ ട്രെയിനിങ് നോക്കാം. വെസ്റ്റിബിൾ ട്രെയിനിങ് നോക്കാം. അപ്പോ നമ്മള് കണ്ടായിരുന്നു അല്ലെ, നമ്മള് പ്രധാനമായിട്ട് നമ്മുടെ ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തായിരുന്നു. ടെക്നിക്കൽ ആണോ എന്ന് അറിയില്ല. ജസ്റ്റ് അവര് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു. ഇനി വോയിസ് നോക്കാം. വെസ്റ്റിബിൾ ട്രെയിനിങ്ങില് പ്രധാനമായിട്ടും നമ്മള് സാധാരണയായിട്ട് അവരുടെ നേരത്തെ പറയുന്നു ട്രെയിനിങ് ജസ്റ്റ് ഫ്രഷേഴ്സിനെ അല്ലാത്ത രീതിയിൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അവരുടേതായ കുറച്ച് ക്ലാസ്സുകളൊക്കെ കൊടുത്താൽ മതി. അവരുടെ ഡ്യൂട്ടിയിൽ ഓൺ ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഡ്യൂട്ടികളെ കുറിച്ചിട്ട് ആ ഏത് പൊസിഷനിലാണോ അവരെ കുറിച്ചിട്ട് ആ ഒരു ഡ്യൂട്ടിയെ കുറിച്ച് അവർക്ക് നല്ല ഒരു നോളജ് ഉണ്ട്. പിന്നെ പൊസിഷൻ മാറുന്നതനുസരിച്ചിട്ട് ചില ചുമതലകളൊക്കെ നിർവഹിക്കേണ്ടതൊക്കെ ആയിരിക്കും വലുതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ഇവർക്ക് എല്ലാം അല്ലെ ഇത്തരത്തിൽ ഇപ്പൊ നമ്മുടെ ക്ലർക്ക് അല്ലെങ്കിൽ ക്ലർക്കായി അല്ലെങ്കിൽ മറ്റേ JS അങ്ങനെ ഏതെങ്കിലുമൊക്കെ അക്കൗണ്ടന്റിന്റെ ആണെങ്കിലും വ്യത്യസ്ത തരത്തിലുള്ള ഗ്രൂപ്പുകളാവണം. ഇപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിലും
നഴ്സുമാർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് ഡ്യൂട്ടികൾക്ക് വേരിയേഷൻ വരുമ്പോഴെന്താണ് അവർ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്, പക്ഷെ പുതിയ ചുമതലകൾ വരുമ്പോൾ അവർക്ക് പുതിയ ഡ്യൂട്ടികളെ കുറിച്ചും കൂടി ഒന്നുകൂടി അറിവ് വേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ് ഒന്നല്ലെങ്കിൽ ലെക്ചർ അല്ലെ ക്ലാസ് എടുത്ത് മനസ്സിലാക്കും, കുറച്ച് പേര് അല്ലെ ആ ഒരു ഗ്രൂപ്പിലുള്ള പേഴ്സൺസിനെ മാത്രം വിളിച്ച് ക്ലാസ് എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇനി വെസ്റ്റിബിൾ ട്രെയിനിങ്ങിന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്ലാസ് റൂം ട്രെയിനിങ് വിച്ച് ഈസ് ഓഫൺ ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ എക്യുപ്മെന്റ് ആൻഡ് മെഷീൻസ് which are identical with those in use in the place of work. അതായത് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് എക്യുപ്മെന്റ്സ്, അത് പുതിയ ഇതുകളാവുമ്പോൾ അല്ലെ ഓരോ പുതിയ തലങ്ങളിലേക്ക് വരുമ്പോൾ അവരെ ക്ലാസ് റൂമിൽ വിളിച്ചു കൂട്ടിയിട്ട് ഓരോ എക്യുപ്മെന്റ്സ് അവരുടെ ഉപകരണങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെഷീൻസിനെ കുറിച്ച് ഉപയോഗിക്കേണ്ട മെഷീൻസിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടൊക്കെ ഐഡന്റിഫൈ ചെയ്തത് ഇന്ന മെഷീനാണ് ഇന്ന എക്യുപ്മെന്റ് ആണെന്നെല്ലാം വ്യക്തമാക്കി കൊടുക്കുകയും അതിന്റെ ഓരോന്നിന്റെ യൂസേജ് ഉപയോഗം എന്താണെന്നുള്ളതെല്ലാം കൃത്യമാക്കി ആ പ്ലേസിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോൺഫറൻസ്. ഇപ്പോ ഇതേമാതിരി തന്നെ എല്ലാവർക്കും അല്ലെ ആ ഒരു പ്രത്യേക പൊസിഷനിലേക്ക് ഒരു പ്രൊമോഷനോ ട്രാൻസ്ഫറോ ഓർഡർ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ക്ലാസ് നടത്തുന്ന ഒരു കോൺഫറൻസ് ഹാളിൽ വിളിച്ചു കൂട്ടി അവർക്ക് ട്രെയിനിങ് നടത്തി കൊടുക്കുന്നതാണ് കോൺഫറൻസസ് എന്ന് പറയുന്നത്. then ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതേമാതിരി തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി അവരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് അല്ലെ അവരുടെ ട്രെയിനർ വന്നിട്ട് അവരുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡീസ്, അതായത് ലോയേഴ്സും മറ്റേതെങ്കിലും ഏത് പൊസിഷനിലുള്ള ഡ്യൂട്ടികളിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഇതിലല്ലേ. അപ്പൊ ഏത് പൊസിഷനിലാണെങ്കിലും ഇൻ കേസ് ഹോസ്പിറ്റലിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട് പ്രൊഡക്ഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഏത് തരത്തിലുള്ള ഡ്യൂട്ടി ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ എന്തെങ്കിലും കേസ് ഓരോ മാറ്ററുകൾ വരുമ്പോൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അതിപ്പോ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും പേഷ്യൻസിന്റെ ഓപ്പറേഷനിൽ ബന്ധപ്പെട്ട കേസുകളായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ട കേസുകളായിരിക്കും. അത് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. റോൾ പ്ലേയിങ്ങിന് പ്രധാനമായിട്ടും ഒരു അല്ലെ ഇത്തരത്തിലുള്ള ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള പഠിതാക്കളെ വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് ഓരോ റോൾ അത് വ്യക്തമായിട്ട് അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അത് ഏത് ഡ്യൂട്ടി ആണെങ്കിലും ആ ഡ്യൂട്ടിക്ക് അനുസൃതമായിട്ടുള്ള ഒരു അവതരണം അല്ലെ ഒരു സ്കിറ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അത് അവതരിപ്പിച്ചു കൊടുക്കും. അതെന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്, അങ്ങനെ വരുമ്പോഴെന്താണ് പെട്ടെന്ന് അവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതാണ് റോൾ പ്ലേയിങ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അതിലെന്താ പറയുന്നത്, ഇത് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ആർ ഓഫൺ സെറ്റ് അപ്പ് ത്രൂ ദ സെൻട്രൽ പാനൽ ഓഫ് ആൻ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ. നമുക്കറിയാം ഇപ്പോഴത്തെ ഇതല്ലേ പ്രൊജക്ട് ബേസിലൊക്കെ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓരോ സ്റ്റെപ്പുകൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഇനി ചെയ്യേണ്ട ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയുടെ സ്റ്റെപ്പുകളെല്ലാം പ്രൊജക്ടിന്റെ അല്ലെ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ സഹായത്തോടെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അല്ലെങ്കിൽ പ്രൊജക്ഷന്റെ സഹായത്തോട് കൂടിയിട്ട് വിവരിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ദെൻ കീ ഗ്രൂപ്പ് ട്രെയിനിങ്. കീ ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ വ്യക്തികൾ അല്ലെ ആ ഓരോ ഇതില് ആ ഇതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കിട്ടേണ്ട വ്യക്തികൾ അവർക്ക് തന്നെ മനസ്സിലാക്കി തരാൻ ഒരു പാനൽ പോലെ കുറച്ച് പേര് വന്നിട്ട് അവരുടെ കുറച്ച് എക്സ്പീരിയൻസുകൾ പങ്കുവെക്കുകയാണ്. ആ എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ അവർ പല കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ട്. എന്താണ് അവരുടെ ഫീലിങ്സുകൾ, വികാരങ്ങൾ, അതേമാതിരി റിയാക്ഷൻസ്, അതേമാതിരി തന്നെ പെർസെപ്ഷൻസ്, ധാരണകൾ എല്ലാം തന്നെ അവരുടെ പെരുമാറ്റ രീതികളെല്ലാം തന്നെ ഒന്ന് അല്ലെ കുറച്ച് പേര് ഇപ്പൊ നമുക്കറിയാം സീനിയേഴ്സ് ഒക്കെ ആകുമ്പോൾ അവരുടെ സീനിയേഴ്സ് ഒന്നിച്ച് വന്നിട്ട് അവരവരെ പരസ്പരം തന്നെ അവരവരുടേതായിട്ടുള്ള വികാരങ്ങളും പെരുമാറ്റ രീതികളും കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുന്നതാണ്. അങ്ങനെ പങ്കുവെക്കുമ്പോൾ എന്താണ് പഠിതാക്കൾക്ക് അവരുടെ ആ റിയാക്ഷനിൽ നിന്ന് അവരുടെ ആ ഒരു അനുഭവങ്ങളിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ വ്യത്യസ്ത രീതിയിലുള്ള ട്രെയിനിങ് പാക്കേജുകളാണ് നമ്മൾ പറഞ്ഞത് ഓഫ് ദ ജോബ് മെത്തേഡ് അനുസരിച്ച്. ഇപ്പൊ ക്ലിയർ ആയോ? എന്തെങ്കിലും വേറെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ആദ്യത്തെ ഭാഗം ഒന്ന് പറയേണ്ടതുണ്ടോ? എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിരിക്കാനേ സാധിക്കുള്ളൂ. പെർഫോമൻസ് അപ്രൈസൽ കൂടി നോക്കാം അല്ലെ. മോട്ടിവേഷൻ തുടങ്ങി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ആദ്യത്തെ ഭാഗം കൂടി ഒന്ന് പറയേണ്ടതുണ്ടോ? സ്പീഡ് കൂടുതലൊക്കെ ആയിട്ട് ക്ലിയർ ആവാതിരുന്നിട്ടുണ്ടോ നോക്കാം. ഇന്ന് നമ്മൾ എടുത്തത് എംപ്ലോയീസ് ട്രെയിനിങ് തുടങ്ങിയാണ്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അതായത് നമ്മൾ സെലക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇവർക്ക് ആ ജോലിയുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ആ ട്രെയിനിങ് കൊടുക്കേണ്ടതിന്റെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് സ്റ്റെപ്പ് ഓരോ പോയിന്റ് വൈസ് ആയിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതെന്താണ്? പ്രോഗ്രാംഡ് ബിഹേവിയർ ആണത്. ഒരു സെറ്റായിട്ട് ഒരു പെരുമാറ്റം എങ്ങനെയാണ് ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ബിഹേവിയർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്തെന്ന് പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഒരു നോളജ്, അത് നമുക്കുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടുമ്പോൾ ആ ജോലിയിലേക്ക് എങ്ങനെയാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് പ്രധാനമായിട്ടും ട്രെയിനിങ്ങിൽ പറയുന്നത്. ഇതെന്ന് ഇറ്റ് മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ടു മാനേജ് ദെയർ ബിഹേവിയർ. നേരത്തെ പറഞ്ഞ മാത്രമല്ല എന്താണ് നിയമങ്ങൾ, നടപടിക്രമങ്ങളുള്ളത് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അല്ലെ നമ്മൾ ഒരു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ആ ഡ്യൂട്ടിയിലേക്ക് നമുക്ക് എന്താണ് സക്സസ് ആയിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ട്രെയിനിങ്ങിൽ ഉൾപ്പെടുന്നത്. Then it tries to refine their performance on the current job, make them ready for an Indian job. അതായത് നമ്മുടെ കറന്റ് അല്ലെ നിലവിലുള്ള ജോലി അത് പുതുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ കൂടുതൽ അതിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുന്നത്. then എന്താണ് പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ് ആറ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണോ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ്. ചിലപ്പോൾ പക്ഷെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നതെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടുക, അത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഭാവിക്ക് അനുസൃതമായിട്ട് ഓരോ വ്യക്തികളുടെയും ആവശ്യകതകൾ വർദ്ധിപ്പിച്ചെടുക്കുക, അതായത് കഴിവുകൾ വികസിപ്പിച്ചെടുക്കേണ്ട രീതിക്കൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുക. അതല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ്, നമുക്കറിയാം നല്ലൊരു അന്തരീക്ഷം വെച്ച് പിടിക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ആകെ ഡിസോർഡർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കും. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു നല്ല ക്ലൈമറ്റ്, അതായത് എല്ലാവർക്കും സംതൃപ്തമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, നമുക്ക് അറിയാം ചില എക്യുപ്മെന്റ്സ് മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതേമാതിരി തന്നെ അവിടെ വ്യക്തികൾ നല്ല സ്ട്രെസ് ചെയ്ത് ജോലി ചെയ്യുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ മെഷീൻസിനോടും എക്യുപ്മെന്റ്സിനോടൊക്കെ പൊരുത്തപ്പെട്ട് അല്ലെ ഒരു ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ ഒരു പേടി കൂടാതെ തന്നെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള ഒരു രീതിയാണ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതുമാതിരി തന്നെ ഒബ്സർവൻസ് എന്ന് വെച്ചാൽ കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. അത് പേഴ്സണലി ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് അല്ലെ ഒരു ജോലിക്ക് പോകുമ്പോൾ അവരുടെ നോളജ് വർദ്ധിപ്പിക്കാനും കൂടി പുതിയ നോളജ് നേടിയെടുക്കുമ്പോൾ സാധിക്കും. നമുക്കറിയാം കമ്പ്യൂട്ടറൈസിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയ മെഷീൻസ് ഒക്കെ വരുമ്പോൾ നഴ്സുമാരാണെങ്കിലും ആ പുതിയ മെഷീൻസിനെ കുറിച്ചിട്ടുള്ള നോളജ് ഒക്കെ സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ് പേഴ്സണൽ ഗ്രോത്തും കൂടിയാണത്. വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കും സാധ്യതമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് പ്രധാനമായിട്ട് എംപ്ലോയീസ് ട്രെയിനിങ്ങില്. ഇനി അതിന്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞു എന്താണ് ട്രെയിനിങ്ങിന്റെ ആവശ്യകത. നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെയാണ് ആവശ്യകത. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ക്ലൈമറ്റ് അത് നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ടായിരിക്കും. എന്തിന്റെയാണ് ആ ട്രെയിനിങ്ങിന്റെ ആവശ്യകത എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണോ ട്രെയിനിങ് അത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ട്രെയിനിങ്. പ്രിപ്പറേഷൻ ഓഫ് ലേണർ, ഇപ്പോ അവരെ അല്ലെ പഠിതാക്കളെ ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ട്രെയിനിങ് കൊടുക്കേണ്ടി വരുന്നത്. അതനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ നടപടികളാണ് എടുക്കേണ്ടി വരും. ഇനി പ്രസന്റേഷൻ ഓഫ് ഓപ്പറേഷൻ ആൻഡ് നോളജിൽ എന്താ പറയുന്നത്? അതിൽ പ്രധാനമായിട്ടും നോളജ്, നമ്മുടെ അറിവാണ് നമ്മൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെ. നമുക്കുള്ള അറിവുകളാണ് അവിടെ പ്രധാനമായിട്ടും കാഴ്ചവെക്കേണ്ടത്, ജോലിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പൊ അത് എന്താണ് പ്രധാനമായിട്ടും ട്രെയിനേഴ്സ് എന്താണ് പ്രധാനമായിട്ട് മനസ്സിലാക്കി കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് വിവരിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പായിട്ട് അത് വരച്ച് അല്ലെ മനസ്സിൽ ആർക്കും തക്ക വിധത്തിൽ അവർക്ക് വിവരിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. The learner should be told of the seriousness of the entire job and why each step in the performance is necessary. അതായത് നമ്മുടെ ഒരു പ്രകടനം, ഒരു ജോലിക്കാരുടെയും പ്രകടനം എത്രത്തോളം സീരിയസ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമെന്നുള്ള കാര്യം അത് കൃത്യമായിട്ട് തന്നെ ലേണേഴ്സ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ്, പെർഫോമൻസ് ട്രൈ ഔട്ട് എന്താണ് അണ്ടർ ദിസ് ഇതിലെന്താ പറയുന്നത്, ഒരു പഠിതാവിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ട്രെയിനിങ് ഒരു ജോലി ചെയ്യാനായിട്ട് അയാൾക്ക് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാക്കി കൊടുക്കണം. അതേമാതിരി തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും അതല്ലേ അപാകതകൾ ഉണ്ട് എങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് സ്പീഡിൽ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഫോളോ അപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ട്രെയിനിങ്ങിൽ കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള സീരിയസിനനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ അല്ലെ ആ ഒരു സർവീസ് കൃത്യമായിട്ട് കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്, അതായത് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഈ കേസ് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഇതിൽ പറയുന്നത് ഫോളോ അപ്പ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് ദ പ്രോഗ്രാം. ഇനി എന്തെങ്കിലും അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ? പേര് കൂടുതലാണെങ്കിലും ഓക്കെ ആയോ? നമ്മുടെ വോയിസിന്റെ മിസ്റ്റേക്ക് മാറിയോ? ഇപ്പൊ വന്നപ്പോഴാണോ അത് മാറിയത്, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു വിട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു, ഇതേ രീതി തന്നെയായിരുന്നു? വിട്ട് പോകുന്നു എന്നുള്ള ആ രീതി മാറിയല്ലേ? അപ്പൊ ഒരു ടെക്നിക്കൽ എറർ തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അടുത്ത ഭാഗത്തോടു കൂടി നമുക്ക് ഈ ഹ്യൂമൻ റിസോഴ്സസ് അവസാനിപ്പിക്കാം.